പിന്നെ നമ്മൾ എങ്ങോട്ടാ? ഇനി നമ്മൾ പോകുന്നു വെട്ടൊന്ന് മുറി 2 ആണോ? യെസ്. ഏതൊരു തെരഞ്ഞെടുപ്പ് കാലത്തും ഈ മുന്നണികളുടെ പ്രവർത്തനങ്ങളൊക്കെ ഏകോപിപ്പിക്കുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസുകളിലാണ്. എല്ലാ ലോക്സഭാ മണ്ഡലങ്ങൾക്കും പ്രത്യേകവും മണ്ഡലം ബൂത്ത് അടിസ്ഥാനത്തിലുമൊക്കെ ഈ തെരഞ്ഞെടുപ്പ് സമിതി ഓഫീസുകൾ സജീവമാകും. തിരുവനന്തപുരത്തെ UDF സ്ഥാനാർത്ഥി ശശി തരൂരിന്റെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനത്തിന്റെ കാഴ്ചകളിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. എന്തായിരിക്കും വിശേഷങ്ങൾ നമുക്ക് നോക്കാം. കുറച്ചുണ്ട്, കാണാം. തിരുവനന്തപുരം ശാസ്തമംഗലത്താണ് ശശി തരൂരിന്റെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ്. ഉദ്ഘാടന ചടങ്ങിന് അധ്യക്ഷത വഹിക്കുന്നത് തിരുവനന്തപുരത്തെ UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാനും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ തമ്പാനൂർ രവി. സ്വാഗത പ്രസംഗത്തിനായി മുൻ സ്പീക്കർ N ശക്തനെ ക്ഷണിച്ചു. കൂടെ ഒരു അറിയിപ്പും. സമയപരിമിതി മൂലം സ്വാഗത പ്രസംഗം ചുരുക്കണമെന്ന്. N ശക്തന് അത് അത്ര ഇഷ്ടമായോ എന്നൊരു സംശയം. ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്യലാണ് അടുത്ത ചടങ്ങ്. നിലവിളക്ക് കൊളുത്തുന്ന മുൻ KPCC അധ്യക്ഷൻ തെന്നല ബാലകൃഷ്ണപിള്ളയല്ലാതെ ഒരാളും കസേരയിൽ നിന്ന് പോലും എഴുന്നേൽക്കണ്ട എന്ന പ്രഖ്യാപനം. പറഞ്ഞയാളും മറ്റുള്ളവരുമെല്ലാം നിലവിളക്ക് കൊളുത്തിയപ്പോൾ ദാ നിൽക്കുന്നു. ഇടയ്ക്ക് തറയിൽ വീണ കനൽ ഒറ്റച്ചവിട്ടിന് കെടുത്തി തരൂർ. നിലവിളക്കടക്കമൊന്നു കുലുങ്ങി. തെന്നല ബാലകൃഷ്ണപിള്ളയുടെ പ്രസംഗം ആരംഭിച്ചപ്പോൾ മൈക്ക് പണിമുടക്കി. പകരം മൈക്കെത്തി. അത് പഴയതിനേക്കാൾ കഷ്ടം. എപ്പോഴും ഇങ്ങനെ പറയണമെന്നില്ല, ശരിയാക്കി തന്നാ മതി. ആദ്യം താൻ മത്സരിക്കാനെത്തിയപ്പോൾ തമ്പാനൂർ രവിക്ക് തന്നെ അറിയുക പോലുമില്ലായിരുന്നെന്ന കമന്റ് തരൂർ വക. തമ്പാനൂർ രവിയാണ് 4 തെരഞ്ഞെടുപ്പിലും ക്യാമ്പയിൻ കമ്മിറ്റി ചെയർമാനായിരുന്നത്. ആദ്യം അദ്ദേഹത്തെ എന്നെ അറിഞ്ഞിട്ടും കൂടി ഉണ്ടായിരുന്നു. ഞാൻ ഡൽഹിയിൽ സ്ഥാനാർത്ഥി എത്തിയപ്പോൾ എല്ലാവരും സംസാരിച്ചു കഴിഞ്ഞപ്പോൾ നിലവിളക്കിലെ പൂവിന് തീ പിടിച്ചു തുടങ്ങിയിരുന്നു. ഒടുവിൽ കൊടും ചൂടിൽ ചായയെ മാറ്റി കുടിച്ച് സ്ഥാനാർത്ഥിയും നേതാക്കളും പ്രവർത്തകരും പല വഴിക്ക്. ക്യാമറാമാൻ മനീഷ് VS-നൊപ്പം സലിം മാലിക്, 24 തിരുവനന്തപുരം. നമ്മുടെ ഒരു റഫി കാർ എന്ന് പറയുന്ന ഒരു പ്രേക്ഷകൻ പറയുന്നു, ചൂട് കൂടിയത് കൊണ്ട് രാഷ്ട്രീയ നേതാക്കൾക്ക് ജനങ്ങളുടെ ഇടയിൽ വരാൻ അധികം സമയം കിട്ടുന്നില്ല എന്ന് കരുതുന്നു. അത് ശരിയാണോ? അതിലൊരു വസ്തുതയുണ്ട്. കാരണം ഏതാണ്ട് ഒരു 40-41 ദിവസത്തെ പ്രചാരണ കാലം കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിലുണ്ട്. സാധാരണ നമുക്ക് അത്രയും കിട്ടാറുള്ളത് 20-22 ദിവസം കൊണ്ടൊക്കെ തീരുന്നതാണ്. പക്ഷേ നമ്മൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം ഒരു 40 ദിവസത്തോളം ഈ പ്രചാരണത്തിന് മാറ്റിവെക്കുന്നു. ഒടും വെയിലാണ്. ആ വെയിൽ ഈ പകലൊക്കെ പ്രചാരണം ബുദ്ധിമുട്ടാണ്. സ്ഥലങ്ങളിലും അനുഭവപ്പെടുന്ന താപനില എന്ന് പറയുന്നത് ഈ ഹ്യൂമിഡിറ്റി കൂടി ഉള്ളതുകൊണ്ട് 40-ന് മുകളിലൊക്കെയാണ്. ആ സമയത്ത് അതെ ആ സമയത്താണ് ഈ പറയുന്നത് പോലെ നമ്മുടെ പ്രവർത്തകർ സ്ഥാനാർത്ഥികളെല്ലാം തന്നെ ഒരു വെയിലത്ത് ഈ ജനങ്ങൾക്കിടയിൽ വരാൻ വേണ്ടി പോകുന്നു. അപ്പോൾ അതിന് കൃത്യമായി എനിക്ക് തോന്നുന്നു ഇപ്പോൾ ടൈമൊക്കെ നിശ്ചയിച്ചിട്ടുണ്ട്. അവർ രാവിലെ ഒരു ഏർലി മോർണിംഗ് വീടുകളിൽ കയറുന്നു, ഒരു 10 മണി ആകുമ്പോഴേക്ക് നിർത്തുന്നു, വീണ്ടും ഒരു 4 മണി കഴിയുമ്പോൾ വീണ്ടും വീടുകൾ കയറുന്നു, പൊതുപരിപാടികൾ സംഘടിപ്പിക്കുന്നു. അങ്ങനെയാണ്. അതുകൊണ്ട് ശരിയാണ്, ഈ നട്ടുച്ചക്കൊന്നും ആരും പുറത്തേക്ക് ഇറങ്ങുന്നില്ല ഈ ദിവസങ്ങളിലൊക്കെ. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി 39-40 ഒക്കെയാണ്. ഇറങ്ങാതിരിക്കുന്നതിനാണ് നല്ലത്. സൂക്ഷിക്കുകയും പ്രശ്നം കൂടിയാണ് അത്. അതുപോലെ നേരത്തെ ഈ 40 ദിവസത്തെ കാത്തിരിപ്പ് പറഞ്ഞല്ലോ, ആ കാത്തിരിപ്പ് അവിടെയും കഴിയുന്നില്ലല്ലോ. വോട്ടെടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാലും വീണ്ടും ഒരു മാസം കൂടി നമ്മൾ കഴിയണം. അതാണ് നമ്മുടെ കേരളത്തിന്റെ ഒരു പ്രത്യേകത, നമ്മുടെ ഒരു അവസ്ഥ അല്ലേ? കാരണം ഫലം റിസൾട്ട് അറിയാൻ പിന്നെയും ഘട്ടങ്ങളുണ്ട്. കാത്തിരിപ്പാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.